നമസ്കാരം. പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കുകയും അതിലൊന്ന് നഷ്ടപ്പെടുകയും ചെയ്താൽ ബാക്കി 99 ആടുകളെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 99 പീജെ കുര്യന്മാരെ ആദരിക്കുകയും ഒരു സൂര്യനെല്ലി പെൺകുട്ടിയുടെ കുടുംബത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങളെ നോക്കിയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന തരികിടകൾ. UDF കമ്പനി നിർമ്മിച്ച് ചീഫ് ആപ്പും പത്തനാപുരം ഗണേശനും നായകന്മാരായ ന്യൂ ജനറേഷൻ സിനിമ തിയേറ്ററുകളിലെത്തി. കുടിവെള്ളമില്ലാഞ്ഞിട്ടും സിനിമ കാണാനെത്തിയ തലസ്ഥാന നിവാസികൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെയും ജലമന്ത്രിയുടെയും പ്രശംസ. രാഷ്ട്രീയ ഗവേഷണത്തിൽ വിജയഗാഥയുമായി കണ്ണൂരിൽ നിന്നൊരു പച്ചമുത്ത്. അഴീക്കോട് കളത്തൊടിക മുഹമ്മദിന്റെ മകൻ ഷാജിയുടെ കണ്ടുപിടുത്തങ്ങൾക്ക് സംസ്ഥാനതല അംഗീകാരം. ഭരിച്ച് നട്ടും ബോൾട്ടും ഇളകിയ KSRTCയെ ലാഭത്തിലാക്കാൻ ആര്യാടൻ മന്ത്രി വക കുറുക്കുവഴി. കഷ്ടത്തിലായ KSRTCയുടെ നഷ്ടം ഫാഷൻ ഷോ നടത്തി തിരിച്ചുപിടിക്കുമെന്ന് ആര്യാടൻ. ഇത്തരം പുതിയ ആശയങ്ങൾ നൽകുന്നവർക്ക് കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകൾ സമ്മാനമായി നൽകുമെന്നും മന്ത്രി. പണ്ടാരോ ആലപ്പുഴയ്ക്ക് പോയതുപോലെ ഡൽഹിക്ക് പോയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തെത്തി. ഇടയ്ക്കിടെ ഇങ്ങനെ യാത്ര നടത്തുന്നത് വിമാന കമ്പനികളെ രക്ഷിക്കുമെന്ന് വിമാനമന്ത്രി KC വേണുഗോപാൽ. ചാനൽ കേരളം ഉണ്ടായ നാളു മുതൽ പൊട്ടിമുളയ്ക്കുന്ന ഓരോ വിഷയത്തിലും വിവാദത്തിലും ദിനംപ്രതി രാഷ്ട്രീയ നേതാക്കൾ പുഴുങ്ങിത്തരുന്ന വടിവിഴുങ്ങി സുഖിച്ച് ജീവിക്കുകയാണല്ലോ നമ്മൾ. ഏറ്റവും ഒടുവിൽ നാട്ടിൽ ഏതൊക്കെ നേതാക്കൾക്ക് അവിഹിത ഗർഭമുണ്ട് എന്ന കണ്ടെത്തലാണ് മലയാളിയുടെ പൊതു മിനിമം പരിപാടി. വെറിയും തെറിയും PC ജോർജുമുള്ള ഈ ന്യൂ ജനറേഷൻ കാലത്ത് ജീവിക്കുന്ന എല്ലാ കേരളീയർക്കുമായി നിർമ്മിച്ച ഈ ന്യൂ ജനറേഷൻ സിനിമ കാണാൻ ഏവരെയും ക്ഷണിക്കുന്നു. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. നാട്ടിൻപുറത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, പട്ടിക്കാഷ്ടം രണ്ടായി മുറിച്ചാൽ ഏതാണ് നല്ലത്? ചെറിയ കഷ്ണം എന്ന് പറയും. അത്രയും വിഷം കുറവേ ഉള്ളൂ എന്നർത്ഥം.
മന്ത്രി ഗണേശും PC ജോർജും വിഷങ്ങളാണ്. പട്ടിക്കാഷ്ടം മുറിച്ചതുപോലെയാണ്. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. ഗണേശനാണ് എന്നെനിക്കറിയാം. അത് ഗണേശൻ്റെ ഭാര്യയ്ക്കും അറിയാം. ഒരാളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇത്തരം ഒരു മോശമായ സമീപനം ശരിയല്ല. രാഷ്ട്രീയമായി പറയാം, ഞാൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റി പറയുന്നതിന് എനിക്ക് ഞാൻ അവരെ സമ്മതിച്ചു കൊടുക്കാം. മന്ദിരത്തിലാണ് ഈ സംഘടന ഉണ്ടായത്. എന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടോ നിങ്ങൾ പറയും. മന്ത്രി ഗണേശനെ പരിസ്ഥിതി പ്രേമമൊക്കെ ഇതാണ് പരിസ്ഥിതി പ്രേമം. ഇതൊരു പരിസ്ഥിതിയാണ്. കേരളത്തിലെ വനഭൂമി ആർക്കും തന്നെ പതിച്ചു കൊടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഈ മന്ത്രി ക്യാബിനറ്റിൽ പങ്കെടുക്കാതിരിക്കുമ്പം എന്താണെന്ന് അന്വേഷിച്ച് കാണണ്ടേ? ഞാൻ ഒളിച്ചിടക്കേണ്ട കാര്യം എനിക്കെന്താ? ഞാൻ എന്താ തെറ്റ് ചെയ്തു? അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ എൻ്റെ അഭിപ്രായം പുറത്തു പറയുന്നത് ശരിയല്ല. ഏത് മന്ത്രിയാണിത്? മന്ത്രിമാർ മുഴുവൻ സംശയത്തിന് നിഴലിലാണ്. അതൊരു ഗവൺമെൻറ് ഇതിപ്പരം അപമാനമുണ്ട്. എന്താണ് കുറ്റം? പലരും വിളിച്ച് മുഖ്യമന്ത്രിയാണോ വരെ കളിയാക്കി ചോദിക്കുക. സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ ജനം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. രാജിവെച്ച് വിധിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന സാഹചര്യം. അതൊന്നും നടക്കത്തില്ല. അതിപ്പോൾ ആര് ഇതിൽ പെട്ടാലും അവർ ഇങ്ങനെ പിരിയ അല്ലാതെ മറ്റു മാർഗമില്ലാതെ വരും. എന്തോ അതിനകത്തൊരു സംശയം വേണ്ട. ഞാൻ ഏതെങ്കിലും പെണ്ണിനെ കാറെ കയറ്റിക്കൊണ്ടുപോയി മന്ത്രി കൊണ്ട് പോകുന്നു ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ചീഫ് വിപ്പിനെ കാണുമ്പോൾ ചീഫ് വിപ്പ് അന്ന് ഒരു പെണ്ണ് ഒരു കുട്ടിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ 2000 രൂപ ഇയാളെ കൊണ്ട് കൊടുപ്പിച്ചാണ് പറഞ്ഞു വിട്ടത്. TV തോമസ് ഓർത്ത് PC എന്ന് പറഞ്ഞു പോയതായിരിക്കും. അവർക്ക് തലയ്ക്ക് വല്ല കുഴപ്പം കാണും, അതതിന് കാരണം. ഏഷ്യയുടെ ചരിത്ര പ്രസംഗം പോലെയാണ് PC ജോർജിൻ്റെ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളെല്ലാം. ഗൗരിയമ്മ പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ്. ഞാനറിഞ്ഞില്ല. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. കേരള രാഷ്ട്രീയത്തെ അപമാനമായി തീർന്ന PC ജോർജ് എന്ന നപുംസകത്തെ അയാളുടെ കോലം കത്തിക്കാൻ ജനാധിപത്യ സംരക്ഷണ സമിതി തീരുമാനിക്കുകയും ആ കേരള രാഷ്ട്രീയത്തിലെ ആ ശിഖണ്ഡിക്ക് വിവരമില്ലാത്ത ആ രാഷ്ട്രീയക്കാരന്, ആ കാട്ടുകൊള്ളക്കാരന് ജനാധിപത്യ സംരക്ഷണ സമിതി കൽപ്പിച്ചിടുന്ന പദവി കൽപ്പിച്ചു നൽകാൻ, കുടുംബം കലക്കി എന്ന പദവി കൽപ്പിച്ചു നൽകുവാൻ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ പ്രിയങ്കരനായ നേതാവ് JSSന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സഖാവ് KK ഷാജി XMLA ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. PC ജോർജ് കേരളത്തിന്റെ സാമൂഹ്യ വിപത്താണ് എന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി പ്രഖ്യാപിക്കുകയാണ്. ഈ കുടുംബം കലക്കിയെ നിലക്ക് നിർത്താൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മന്നെ ചീഫ് വിപ്പിൻ്റെ കാര്യം പറയണ്ട. ഗണേഷ് കുമാറിനെയും PC ജോർജിനെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷേ അതെല്ലാം UDFന്റെ ബാധ്യതയാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവര് മിതത്വം പാലിക്കേണ്ടതാണ്. എന്നെക്കുറിച്ച് എൻ്റെ നാട്ടുകാർക്കൊരു വിശ്വാസം, അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. പത്തനാപുരത്ത് ഒരൊറ്റ ജനവും അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം ഒരു ആരോപണം വിശ്വസിക്കുന്നതേയില്ല. ഞങ്ങൾ നമ്മുടെ മന്ത്രി കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ ഒന്നൊന്നായി എടുത്താൽ എന്നും വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന സ്പോർട്സ് വകുപ്പ് എത്രയോ മനോഹരമായി അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സിനിമാ വകുപ്പ്, ഈ തലസ്ഥാന നഗരത്തിൽ തന്നെ നടക്കുന്ന സിനിമാ ഗൗഡ ഈ മന്ത്രിസഭയുടെ 5 വർഷവും അത് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. പത്തനാപുരത്ത് സംശുദ്ധ രാഷ്ട്രീയം നടത്തുന്ന KB ഗണേഷ് കുമാർ പത്തനാപുരത്തിന്റെ മുത്താണ്. എല്ലാവരും വളരെ ബഹുമാനിക്കുന്ന ആളാണ്. പത്തനാപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും പൊറുക്കുകയില്ല. വികസനത്തിന്റെ കാര്യത്തിൽ നോക്കി നിൽക്കുന്നവന് വടി കിട്ടും.
വിവാദപരമായ കാര്യങ്ങളൊക്കെ പരസ്യപ്രസ്ഥാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് മുന്നണിയുടെ ഒരു പൊതു ലൈൻ. അതൊക്കെയാണ് ഒരു മുന്നണി സംവിധാനത്തിൽ അനുഷ്ഠിക്കേണ്ട ചില മര്യാദകളുണ്ട്. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. കേരളം കണ്ട ഏറ്റവും നല്ല ഒരു നേതാവ് എന്ന് പറയണം അദ്ദേഹം തന്നെയാണ്. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. യാഥാർത്ഥ്യം പറഞ്ഞ എനിക്ക് നല്ല മോശമാണ്. എല്ലാ കാര്യവും UDF കൺവീനർ പറയും, മുഖ്യമന്ത്രി പറയും. ഞാൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇത് UDF യോഗമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്താണ്. മുഖ്യമന്ത്രിയോടും UDF കൺവീനറോടും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അവരാണ് മറുപടി പറയേണ്ടത്. ഞാനത് പറയത്തില്ല. ഈ യോഗത്തിന്റെ പൊതു അഭിപ്രായം ഇതൊരു പൊളിറ്റിക്കൽ മാറ്റർ അല്ല, അതൊരു പേഴ്സണൽ മാറ്റർ ആണ്. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. അല്ലല്ല, അച്ഛനും മകനും തമ്മിൽ കാണുന്നതിൽ വേറെ നിങ്ങൾ അസ്വാഭാവികം എന്ന് കണ്ട എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റാനുള്ള അതിന്റെ തുടക്കമാണ്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും. നോക്കി നിൽക്കുന്നവന് വടി കിട്ടും.